ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിപ്പാനുള്ളത്, ഡോണ്ട് ബി ആംഗ്രി ആൻഡ് ഡോണ്ട് മേക്ക് അതേഴ്സ് ആംഗ്രി. കോപിക്കരുത്, കോപം ജനിപ്പിക്കരുത്. രണ്ട് കാര്യങ്ങളാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാമല്ലോ, കോപവും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെയും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഏടുകളെയും അസ്വസ്ഥമാക്കുന്ന ഒരു വികാരമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചല്ലോ, ദൈവജനം, ഒരു വിശ്വാസി വികാരങ്ങൾക്ക് അടിമപ്പെടുകയല്ല, വിവേകത്തിന് അടിമപ്പെടുകയാണ് വേണ്ടത്. വികാരങ്ങൾക്ക് അടിമപ്പെടുന്നിടത്തോളം കാലം ആ വ്യക്തിക്ക് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധ്യമല്ല. വിജയകരമായ ഒരു ഭൗമിക ജീവിതവും അസാധ്യമാണ്. അതിനാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ടിപ്സ്. അതിന് രണ്ടാമത്തെ ഒരു വിഷയമാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്, കോപിക്കരുത്, കോപം ജനിപ്പിക്കരുത്. ഒന്ന്, നമ്മെ തന്നെ നാം സൂക്ഷിക്കണമെന്നുള്ള ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ സൂക്ഷിക്കണമെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. കോപം ഒരു മനുഷ്യനും നന്മയുണ്ടാക്കിയിട്ടില്ല. ആരും കോപം കൊണ്ട് ഒന്നും സ്വരൂപിച്ചു കൂട്ടിയിട്ടില്ല. ആരും കോപം കൊണ്ട് ഒരു സന്തോഷം ഉണ്ടാക്കിയിട്ടില്ല. കോപിക്കുന്ന വ്യക്തിക്കും ആരോട് കോപിക്കുന്നു ആ വ്യക്തിക്കും ദോഷം ചെയ്യുന്നതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നോട് ആരെങ്കിലും കോപിക്കുന്നത് ഒരിക്കലും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷെ ഞാൻ മറ്റൊരാളിനോട് കോപിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നില്ല ഈ കോപിക്കുന്നത് ആ കേൾക്കുന്ന വ്യക്തിക്ക് പ്രയാസമുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കാതെ എൻ്റെ കോപത്തെ ഞാൻ പുറത്തേക്ക് കളയുന്നു. അപ്പോൾ തന്നെ അതുകൊണ്ട് മുറിവെക്കുന്ന, അതുകൊണ്ട് ഭാരമുണ്ടാകുന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിപ്പാൻ ഞാൻ തുനിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന അനേക വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കോപം എന്നുള്ളത്. അതുകൊണ്ട് തിരുവചനം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാം. ഒന്നാമതായി നമുക്ക് ചിന്തിക്കാനുള്ളത് സങ്കീർത്തനത്തിന്റെ 37-ാം അധ്യായം 8-ാമത്തെ വാക്യം. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കാം, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. Cease from anger and abandon wrath. Do not fret, it leads only to evil. Anger, wrath, fret, ഈ മൂന്ന് കാര്യങ്ങളെയാണ് അവിടെ പ്രധാനമായിട്ട് പ്രതിപാദിക്കുന്നത്. കോപം, ക്രോധം, അതുപോലെ തന്നെ മുഷിപ്പ്. എന്റെ കാര്യം പറയുന്നത് ലീഡ്സ് ഓൺലി ടു ഈവിൾ, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. ഇതൊന്നും തന്നെ നമുക്ക് സന്തോഷമുള്ള കാര്യമല്ല. ഇതൊന്നും തന്നെ നമുക്ക് ഹാപ്പി ആകാനുള്ള കാര്യങ്ങളല്ല. മനുഷ്യൻ സന്തോഷിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും സന്തോഷമാണ് താല്പര്യം. അതിനുവേണ്ടിയാണ് നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും. എല്ലാവരും പ്രാർത്ഥിക്കുന്നതും അത് തന്നെ. ദൈവമേ, എനിക്ക് സന്തോഷകരമായ ഒരു ജീവിതം തരണമേ, സമാധാനമുള്ള ഒരു ജീവിതം തരണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സമാധാനത്തിന് ആവശ്യമായിരിക്കുന്ന ഘടകങ്ങൾ നാം തന്നെ ക്രമീകരിക്കുന്നുണ്ടോ എന്നുള്ളത് നാം പരിശോധിക്കേണ്ട കാര്യമാണ്. പ്രാർത്ഥന നല്ലതാണ്, പ്രാർത്ഥന ദൈവം കേൾക്കും. പക്ഷെ സമാധാനത്തിനുള്ള വക ദൈവം പറഞ്ഞു തന്നിരിക്കുന്നതിനെ അനുസരിക്കാതെ വെറുതെ പ്രാർത്ഥിച്ചാൽ അത് ജൽപ്പനമായി മാറത്തേ ഉള്ളൂ. അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് നാം ചെയ്യേണ്ട കാര്യം കൃത്യമായി ചെയ്തിരിക്കണം. അതിലൊന്നാണ് കോപം കളയണം. ജീവിതത്തിൽ കോപമുള്ളവരുണ്ട്, വിശ്വാസികളുമുണ്ട്, ഭക്തന്മാരുമുണ്ട്. പക്ഷേ വേദപുസ്തകം വിശ്വാസിക്ക് ഇത് പറ്റത്തില്ലെന്ന് പറയുന്നു, ഭക്തനും ഇത് പറ്റത്തില്ലെന്ന് പറയുന്നു. അപ്പൊ എങ്ങനെ ഭക്തൻ കോപിക്കാൻ സാധിക്കും?
ഇതെല്ലാം കോൺഫ്ലിക്റ്റ് ആണ് നമ്മളെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത് ഒരു ഭക്തനായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ കോപം കളഞ്ഞേ പറ്റത്തുള്ളൂ. സീസ് ഫ്രം ആങ്കർ. എന്താണ് അതിനുള്ള മാർഗം? അതിന് കൗൺസിൽ ചെയ്താലൊന്നും നടക്കത്തില്ല. കൃപാവരമുള്ള ദൈവദാസന്മാരും ഒന്ന് തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചാൽ നടക്കത്തില്ല. എവിടെയെങ്കിലും പോയി സൈക്കോളജിസ്റ്റിനെ കണ്ടാലും പോകത്തില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരു തീരുമാനം എടുക്കുക, ഇനിമേൽ കോപം ഞാൻ കളയുക. എന്തൊരു തീരുമാനം എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇതിനുവേണ്ടി പൈസ ഒന്നും കളയേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് കോപം. ഇനി കോപം വേണ്ട. എന്താ കാര്യം? ഇതുകൊണ്ടൊരു പ്രയോജനമില്ല. ഇതുകൊണ്ട് ഒന്നും സമ്പാദിക്കാൻ സാധിക്കുന്നില്ല. മാത്രമല്ല ഇതുകൊണ്ട് ദോഷങ്ങളെ ഉള്ളൂ എന്നുള്ള ഹൃദയത്തിലെ ഒരു തീരുമാനം, അത് മാത്രമാണ് ഇതിനുള്ള ഉപാധി. രണ്ടാമത് പറയുന്ന ക്രോധം ഉപേക്ഷിക്കുക. ഈ കോപം വന്നിട്ട് അതിന്റെ ഒരു ഉൽപ്പന്നമായി മാറുന്നതാണ് ക്രോധം. അത് ഒരു വല്ലാത്ത ലെവലിലേക്ക്, കോപത്തിന്റെ വേറൊരു വല്ലാത്ത ലെവലിലേക്ക് പോകുന്നതാണ് ക്രോധം. അവിടെയാണ്, ആ ക്രോധത്തിലാണ് തിന്മ ചെയ്യുന്നത്. കോപം വാക്കുകളിൽ ഒതുങ്ങുമെങ്കിൽ ക്രോധം പലപ്പോഴും പ്രവർത്തികളിലാണ് വെളിപ്പെടുന്നത്. അതാണ് കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടില് അനേക സ്ഥാനങ്ങളിൽ നടക്കുന്നത്. കോപം സംഗ്രഹിച്ച് അത് ക്രോധമായി രൂപപ്പെട്ട് ആ ക്രോധം അവസാനം മറ്റുള്ളവനെ ശാരീരികമായി ഉപദ്രവിക്കുവാൻ, ആയുധങ്ങൾ എടുക്കുവാൻ ഒക്കെയും പ്രേരിപ്പിക്കുന്ന ഘടകം. ദൈവജനം അതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കി കോപം ഉപേക്ഷിച്ചേ മതിയാകുകയുള്ളൂ. കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത് എന്നുണ്ടല്ലോ. നമ്മൾ എപ്പോഴും നമ്മുടെ ദോഷങ്ങൾക്ക് എക്സ്ക്യൂസ് കണ്ടുപിടിക്കുകയല്ലാതെ ആ ദോഷത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് പോകണമെന്ന് ആഗ്രഹമുള്ളവരല്ല. മദ്യം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പക്ഷേ അല്പം കഴിച്ചോളാൻ തിമോത്തിയോസിന് അനുവാദം കൊടുത്തിട്ടുണ്ടല്ലോ. ഇതിന്റെ സംഗതി വേറൊന്നുമല്ല. എന്റെ കോപത്തെ കളയാൻ ഞാൻ തയ്യാറില്ല, എന്റെ മദ്യപാനത്തെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അല്ലാതെ വചനം പഠിച്ചിട്ടോ വചനത്തിലുള്ള പാണ്ഡിത്യം കൊണ്ടൊന്നും അല്ല. പാപത്തെ ഒതുക്കി നിർത്താൻ, പാപത്തെ മറച്ചു വെക്കാൻ, ദോഷത്തെ ഉപേക്ഷിക്കാതെ സൂക്ഷിപ്പാനുള്ള എക്സ്ക്യൂസസ്. വേദപുസ്തകം പറയുന്നു, പാപം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കൃപ ലഭിക്കും. അതുകൊണ്ട് പാപസംബന്ധമായ എല്ലാ വികാരങ്ങളും ദൈവജനം വേണ്ട എന്ന് വെച്ചെങ്കിലേ മതിയാകുകയുള്ളൂ. ക്രിസ്തീയ സംസ്കാരത്തിൽ നമുക്ക് മുന്നേറണമെന്നുണ്ടെങ്കിൽ, ലോകത്തിൽ നമ്മൾ മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നന്മയുള്ള സമൂഹമായി മാറണമെന്നുണ്ടെങ്കിൽ സാംസ്കാരികമായി നാം ഉയർന്നെങ്കിലേ മതിയാകുകയുള്ളൂ. കോപം നല്ല സംസ്കാരത്തിന് ചേർന്നതല്ല. നല്ല സംസ്കാരമുള്ളവരൊന്നും കോപവും കൊണ്ട് നടക്കത്തില്ല. നല്ല സംസ്കാരമുള്ളവർ കോപത്തെ ഉപേക്ഷിക്കുന്നവരാണ്, കോപം കളയുന്നവരാണ്. കോപം കളഞ്ഞാൽ ക്രോധം ഒരിക്കലും വരികയില്ല. കോപമാണ് ക്രോധത്തിന്റെ ധാതു. അതുകൊണ്ട് കോപത്തെ ഉപേക്ഷിക്കുവാൻ, കളയുവാൻ നമുക്ക് കഴിയണം. മുഷിഞ്ഞു പോകരുത്. മുഷിപ്പും മറ്റുള്ളവരോടുള്ള മുഷിപ്പ് അതെല്ലാം ദോഷത്തിന് ഹേതുവാകും. ഇതൊന്നും നന്മ ഉണ്ടാക്കുന്നതല്ലെന്ന് ചുരുക്കം. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന നന്മയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നത്, നാം ഇന്നൊരു തീരുമാനമെടുക്കണം. കോപം കളയണം. പ്രത്യേകിച്ച് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കോപം പുരുഷന്റെ പുരുഷത്വത്തിനെ മകുടം ചാർത്തുന്നതാണ് എന്ന് വിവക്ഷിക്കുന്ന വലിയ ഫിലോസഫേഴ്സ് ഒക്കെ നമ്മുടെ മധ്യത്തിലുണ്ട്. സിഗരറ്റ് വലിച്ചാലേ പുരുഷത്വം ഉണ്ടാവുള്ളൂ എന്നൊക്കെ ചിന്തിച്ച ഒരു
വിഡ്ഢിത്തത്തിന്റെ കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും ആ മൂഢസ്വർഗത്തിൽ ജീവിക്കുന്ന ദൈവമക്കളുണ്ട്. അല്പം കോപിച്ചാലേ ഭാര്യ മര്യാദയ്ക്ക് നിൽക്കുകയുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ ദൈവവചനം, ദൈവത്തിന്റെ ആത്മാവ് ഒരിക്കലും അതിനൊന്നും ഒരു സാധുതയും തരുന്നില്ല. കോപിക്കാം എന്നാൽ പാപമാകരുത് എന്നുള്ള ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നുവെങ്കിൽ തന്നെ കോപം സ്വയം നശിപ്പിക്കുന്നതാണെങ്കിൽ അതിന് അനുവാദമല്ല, അതൊരു ഊരാക്കുടുക്ക് തന്നെയാണ്. കാരണം കോപം വന്നിട്ട് കോപിക്കുന്നത് തന്നെ പാപമാണെന്ന് പുതിയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. അതായത് ദേഷ്യം അത് പരിശുദ്ധാത്മാവിന്റെ ഫലമല്ലെന്ന് എഴുതിയിട്ടുണ്ട്. പരിശുദ്ധാത്മ ഫലം പുറപ്പെടുവിക്കേണ്ടവർ ദേഷ്യപ്പെട്ടാൽ അത് പരിശുദ്ധാത്മാവിന് വിരുദ്ധമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ വാക്യം ഏറ്റെടുത്ത് വെച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പിള്ളേരോടും ഭാര്യയോടും ഒക്കെ വല്ലതൊക്കെ വിളിച്ചു പറയുന്നതൊന്നും ദൈവത്തിന്റെ ആത്മാവിലല്ല. അത് സംസ്കാര ശൂന്യമാണ്. അന്തസ്സും ആഭിജാത്യവുമുള്ള ഒരു ക്രൈസ്തവന്റെ ഭവനത്തിന്റെ ഉള്ളിൽ അവന്റെ ശബ്ദങ്ങൾ, അവന്റെ വാക്കുകൾ വളരെ മധുരമുള്ളതായിരിക്കണം, ഇമ്പമുള്ളതായിരിക്കണം. അതാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. രണ്ടാമത്തെ ചിന്ത, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം. അവിടെ പറയുന്നത് ദൈവപ്രവൃത്തി നമ്മിൽ വെളിപ്പെടാൻ തടസ്സമായിരിക്കുന്ന ഒന്നാണ് കോപം എന്നുള്ളതാണ്. 1:20 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. അപ്പോ മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതി പ്രവർത്തിക്കാൻ തടസ്സമാകുന്നു എങ്കിൽ നാം കോപിച്ചാൽ അതിന്റെ അർത്ഥം, അതിന്റെ ഫലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ നീതി പ്രവൃത്തിയെ അത് തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെയാണ് പ്രത്യേകമായിട്ട് ഈ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. പ്രിയ ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ കയറുമ്പോൾ നാം കിടന്ന് അലച്ചു വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അനേക വിഷയങ്ങൾക്ക് നമ്മൾക്ക് മറുപടി ലഭിക്കുന്നില്ല. എന്താണ് കാരണം? പല കാരണങ്ങളുണ്ട്. നാം പ്രാർത്ഥനയെ കുറിച്ച് പഠിക്കുമ്പോൾ ചിലത് പെട്ടെന്ന് ലഭിക്കുന്നതുണ്ട്, ചിലത് സമയമെടുക്കുന്നതുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെയൊക്കെ ഉണ്ടെങ്കിലും നാം മറക്കരുതാത്ത ഒരു പ്രത്യേക കാര്യം, പല അനുഗ്രഹങ്ങളും നമ്മൾ ലഭിക്കാത്തത് ദൈവത്തിന്റെ തടസ്സങ്ങളൊന്നും അല്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം മാറ്റാൻ ആഗ്രഹിക്കാത്ത, നാം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കാത്ത പല തിന്മ പ്രവൃത്തികളും സജീവമായി വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. അതിലൊന്നാണ് ഈ കോപം. കോപം ദൈവത്തിന് ഹിതകരമായിരുന്നുവെങ്കിൽ, അത് സാരമില്ല എന്ന് കർത്താവ് കാണുകയായിരുന്നെങ്കിൽ തന്റെ നീതിയെ പ്രവർത്തിക്കാൻ തക്കവണ്ണം അതിനെ മാറ്റി നിർത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെ പറയുന്നു ദൈവത്തിന്റെ നീതിയുടെ പ്രവൃത്തിക്ക് അത് തടസ്സമാകുന്നു എന്നുള്ളത്. ആകയാൽ കോപം ഉപേക്ഷിച്ചേ മതിയാകും. നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുവാൻ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ പാപത്തെ, നമ്മുടെ ചെറിയ പാപങ്ങളെ നാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു എങ്കിൽ പിശാച് തടഞ്ഞു വച്ചിരിക്കുന്ന പല അനുഭവങ്ങളും അനുഭവിപ്പാൻ നമുക്ക് സാധിക്കും. പ്രിയ ദൈവമക്കളെ, പ്രസംഗിക്കുന്ന ഞാനും നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് വിചാരിക്കരുത്. പ്രസംഗിക്കുന്നത് കൊണ്ട് എല്ലാം തികഞ്ഞു എന്ന് വിചാരിക്കരുത്. എന്റെ പ്രാർത്ഥനാ മുറിയിലും ഞാൻ പലപ്പോഴും ദൈവസന്നിധിയിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം സീരിയസ് അല്ല എന്ന് വിചാരിക്കുന്ന പല ചെറിയ കാര്യങ്ങളെയും ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അവിടെ നാം സറണ്ടർ ചെയ്യുമ്പോൾ ഇവിടെ ഒന്നാമത് ലഭിക്കുന്നത് നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് ആണ്. സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്.
പാപത്തിന്റെ ഭാരം നാം അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്. അത് ഉപേക്ഷിക്കുന്ന സമയത്ത് മാത്രമേ, കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന സമയത്ത് മാത്രമേ അതിൻ്റെതായ റിലീഫ് നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അനേകരുടെ ജീവിതത്തിൽ അവർക്ക് സന്തോഷിക്കാൻ കഴിയാതെ, അവർക്ക് സമാധാനം കണ്ടെത്താൻ കഴിയാതെ പോകുന്നതിന്റെ പിന്നിൽ പരിശോധിക്കേണ്ട ഒരു സംഭവം, സ്വയം സന്തോഷത്തിൽ മുൻപോട്ട് പോകാൻ കഴിയാതിരിക്കുന്നതിന്റെ റീസൺ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അതിനെ നമ്മളൊന്ന് ചികഞ്ഞെടുക്കാൻ നമുക്ക് കഴിയണം. ദൈവത്തിന്റെ മുൻപിൽ കടന്നു ചെന്നിരുന്ന ദൈവത്തോടൊന്ന് ചോദിക്കാൻ കഴിയണം, കർത്താവേ, മറിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും പാവം എന്റെ ജീവിതത്തിലുണ്ടോ? പരിശുദ്ധാത്മാവ് എനിക്കൊന്ന് ഓർപ്പിച്ചു തരണമേ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതിന് അത് വ്യക്തമായി മനസ്സിലാകും. അത് ഉപേക്ഷിക്കാതെ, അത് ഉപേക്ഷിക്കുമ്പോൾ നമുക്കൊരു വലിയ റിലീഫാണ്. ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ ഒന്ന് ഓർപ്പിക്കട്ടെ. ഡെറിക് പ്രിൻസിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു സംഭവം, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ഭക്തനായ യുവാവ് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നിരന്തരമാണ്. പക്ഷേ അടുത്തിരിക്കുന്നവർക്കെല്ലാം പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നുണ്ട്, പക്ഷേ അവന് മാത്രം ലഭിച്ചില്ല. സങ്കടമായി പോയി. അവൻ ഡെറിക് പ്രിൻസ് എന്ന് പറയുന്ന പാസ്റ്ററുടെ അടുക്കൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം അവന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം ഒരു ദൂത് പറഞ്ഞു. അത് മറ്റൊന്നും ആയിരുന്നില്ല, കുഞ്ഞെ, നിന്റെ ഹൃദയത്തിൽ ആരോടോ ഒരു കയ്പ് കിടപ്പുണ്ട്. അത് മാറാതെ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയില്ല. നിനക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ തടസ്സമായി നിൽക്കുന്നത് ഏതോ ഒരു അതൃപ്തി അല്ലെങ്കിൽ ഏതോ ഒരു കയ്പ് നിന്റെ ഉള്ളിലുണ്ട്. പെട്ടെന്ന് ഈ ചെറുപ്പക്കാരൻ പെട്ടെന്ന് റിയാക്ട് ചെയ്തു. പറഞ്ഞത് മറ്റൊന്നും അല്ല, പാസ്റ്റർ, അത് മാത്രം എന്നോട് പറയരുത്, മറ്റെന്തും എന്നോട് പറഞ്ഞോളൂ, ഞാൻ ചെയ്യാം. പക്ഷേ ഇതെന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിനക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ അത് മാറ്റിയെങ്കിലേ പറ്റുകയുള്ളൂ. ചെറുപ്പക്കാരൻ വളരെ വേദനയോടെ ഭവനത്തിലേക്ക് കടന്നുപോയി. രാത്രിയുടെ യാമത്തിൽ ദൈവാത്മാവിന്റെ പ്രേരണയാൽ അവൻ എഴുന്നേറ്റ് അവന്റെ അപ്പന്റെ കല്ലറയിൽ ചെന്നു. അവിടെ വന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ക്ഷമിക്കാൻ പ്രയാസമാണ്, പക്ഷെങ്കിൽ അവിടുന്ന് എനിക്ക് കൃപ തന്നാൽ ഞാൻ ഈ മനുഷ്യനോട് ക്ഷമിക്കാം. അവന്റെ പിതാവിനോടായിരുന്നു, കാരണം ആ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. പക്ഷെങ്കിൽ എന്തോ ഒരു മകനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സഹിക്കാനൊക്കാത്ത, മരിച്ചുപോയിട്ടും മറക്കാനൊക്കാത്ത എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതൊരു പരമാർത്ഥമാണ്. പക്ഷെങ്കിൽ ഒരു വ്യക്തിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മുൻപോട്ട് പോകണമെങ്കിൽ എന്തു തന്നെ വെറുപ്പുണ്ടായാലും, ഏതെല്ലാം വലിയ പ്രശ്നങ്ങൾ ആരുമായിട്ടുണ്ടായാലും അതിനെ ഹൃദയത്തിൽ വയ്ക്കരുത് എന്നുള്ളതാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ നീതി വെളിപ്പെടുകയുള്ളൂ എന്ന് വേദപുസ്തകം പറയുമ്പോൾ, നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി, നമ്മുടെ തലമുറകളുടെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവമക്കളെ ഇന്ന് രാത്രിയിൽ നമുക്കൊരു തീരുമാനം എടുക്കാൻ കഴിയണം. ഈ കോപം അതെനിക്കുണ്ടെങ്കിൽ, പീസ് ഫെലോഷിപ്പിലെ ആരെയും ഞാൻ കോപിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല, കർത്താവിന് സ്തോത്രം. പക്ഷെ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. ആരാധനയുടെ സമയത്ത് ഞാൻ കാണുന്ന ഒരുത്തരും കോപമുള്ളവരാന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരും വളരെ ചിരിക്കുന്ന മുഖത്തോടും സന്തോഷമുള്ള മുഖത്തോടുമാണ് കാണാറുള്ളത്. അതൊരു വലിയ അനുഗ്രഹമാണ്. ഞാൻ പീസ് ഫെലോഷിപ്പിനെ കുറിച്ച് എനിക്കുള്ള വലിയ പ്രതീക്ഷയും പ്രത്യാശയും എല്ലാം അത് തന്നെയാണ്. ആരും വലിയ മസിൽ പിടിച്ചിരിക്കുന്നില്ല. എങ്കിലും പ്രിയ ദൈവജനമേ, ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന ഏതൊരു ചെറിയതും വലുതുമായിരിക്കുന്ന പാപത്തെ നീക്കം ചെയ്യുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വലിയ നന്മ നമുക്ക് വെളിപ്പെടും. നമ്മ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾക്കും ദൈവം മറുപടി തരും. നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യമാകും. കയ്പുകൾ ഹൃദയത്തിലിരുന്നാൽ അത് ശരീരത്തെ ബാധിക്കും. അനേകർ രോഗികളാകുന്നതിന്റെ ഒരു നല്ല റീസൺ അവരുടെ ഹൃദയത്തിൽ മറ്റുള്ളവരോടുള്ള കയ്പാണ്. അത് ശരീരത്തെ മാത്രമല്ല, മനസ്സിനെയും ബാധിക്കും. സൈക്കോളജിസ്റ്റ് ഒക്കെ പറയുന്നത്, നെഗറ്റീവ് തോട്ട്സ്
ഹൃദയത്തിലിരുന്ന് അത് വളർന്ന് വേറൊരു ലെവലിലേക്ക് എത്തുന്നതാണ് ഒരു പരിധിവരെ മാനസിക രോഗം എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അതിനെക്കുറിച്ച് സയന്റിഫിക് ആയിട്ട് പഠിച്ച ഒരു വ്യക്തിയല്ല. പക്ഷേ നമ്മുടെ അനുഭവത്തിൽ പലപ്പോഴും കാണുന്ന ഒരു സംഗതിയാണ്. കോപം, കയ്പ് ഒക്കെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് മുന്നേറുമ്പോൾ ആ മനുഷ്യർക്കൊന്നും ഒരു കാര്യം വ്യക്തമാണ്, സന്തോഷിപ്പാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് കഴിയണം. ചെറിയ കാര്യത്തിന് പോലും ഒരു ദേഷ്യമുള്ള മുഖം കാണിപ്പാൻ നമുക്കിടയാകും. നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ദേഷ്യം കാണിക്കേണ്ട കാര്യമില്ല. അവരെ വിളിച്ചു നിർത്തി അവർക്ക് വാത്സല്യത്തോടെ അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള ഒരു ട്രെയിനിങ്ങോടുകൂടെ നമ്മുടെ തലമുറയെ വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയട്ടെ. ആകയാൽ മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ നീതി പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടേണ്ടതിന് നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ആ കോപം ഉപേക്ഷിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മൂന്നാമത്തെ പോയിന്റിലേക്ക് നാം വരുമ്പോൾ, സദൃശവാക്യം 29:11 അതിന്റെ പ്രതിപാദ്യ വിഷയം ഇതാണ്: എക്സ്പ്രസിംഗ് ആംഗർ ഇസ് ഫൂളിഷ്നെസ്, ബട്ട് വൈസ് മാൻ ഹൈഡ് ഇറ്റ്. ദേഷ്യം പുറത്തേക്ക് കാണിക്കുന്നത് ഒരു മഠയത്തരമാണ്, വിഡ്ഢിത്തരമാണെന്ന് പറയും. എന്നാൽ അതിനെ ഒതുക്കുന്നത് വിവേകത്തിന്റെ ലക്ഷണമാണെന്നുമാണ് പഠിപ്പിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത്, മൂഢൻ തന്റെ കോപത്തെ മുഴുവനും വെളിപ്പെടുത്തും, ജ്ഞാനിയോ അതിനെ അടക്കി ശമിപ്പിക്കുന്നു. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്ന സബ്ജക്ട് എന്ന് പറയുന്ന മൂഢനാണ്. അവന്റെ പ്രവൃത്തിയെ കാണിക്കുന്നത് തന്റെ കോപത്തെ മുഴുവൻ അങ്ങ് വെളിപ്പെടുത്തും. ഇവർ പറയുന്ന വേറൊരു കാര്യമുണ്ട്, എനിക്കുള്ളതൊക്കെ ഞാൻ അങ്ങ് വെളിപ്പെടുത്തും, പക്ഷേ വലിയ പുള്ളികളൊക്കെ ഇതെല്ലാം അടക്കി വെച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ വേദോസ്തവം പറയുന്നത് കോപം മുഴുവനും വെളിപ്പെടുത്തുന്നവൻ ജ്ഞാനിയാന്നല്ല, അവൻ മൂഢനാന്ന് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ കോപത്തെ അടക്കുന്നവൻ ജ്ഞാനി. എന്താ കാരണം? കോപത്തെ അടക്കി വെച്ചാലുള്ള ഗുണം അതിൽ നിന്നുള്ള വാക്കപ്പെടുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ അതിനെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ അതുണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാകും. കോപം, ഞാൻ ദേഷ്യപ്പെടുന്നവനാണ്, എന്റെ ദേഷ്യം അത് എനിക്ക് പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള, ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ദേഷ്യമുള്ളവരായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കുന്നതൊക്കെ നല്ലത് തന്നെയാ. പക്ഷേ അതുകൊണ്ട് ഒരു പ്രയോജനം അപ്പന്മാരും ഉണ്ടാക്കി വെച്ചിട്ടില്ല, അമ്മമാരും ഉണ്ടാക്കി വെച്ചിട്ടില്ല. പകരം ശാപം വലിച്ചു വെച്ചിട്ടുള്ളതല്ലാതെ വേറൊന്നും തലമുറയ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ടില്ല. കോപം ഒരിക്കലും അത് വെളിപ്പെടുത്തുന്നത് നല്ലതല്ല. ഞാന് ഒരു തമാശ ചേർന്ന ഒരു കഥ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. എന്റെ ഫ്രണ്ട് ഒരിക്കൽ അവന്റെ ചെറുപ്പത്തിലെ എന്റെ കൂടെ ജോലി ചെയ്യുന്ന എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്. അവന്റെ സ്വന്തപ്പെട്ട ഒരാള് വീട്ടിൽ വന്നു കുടുംബമായിട്ട്. അവര് പോകാൻ നേരത്തിൽ പറഞ്ഞു, മോനൂടെ വരുന്നോ, നമുക്ക് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അവന്റെ അപ്പനും അമ്മയും സഹായിച്ചു. കൊച്ചു പയ്യനായിട്ടിരിക്കുമ്പോഴാണ് അവന് അവരുടെ കൂടെ അവരുടെ വീട്ടിലേക്ക് പോയി. ബസ് കയറി. ബസ്സിൽ നല്ല തിരക്കായിരുന്നു. അങ്ങോട്ട് പോയപ്പം ഈ അച്ചായന്റെ ഭാര്യ പുള്ളിയോട് ചോദിച്ചു. അപ്പൊ അവിടെ ഒരു സീറ്റൊന്നും ഇല്ല, ഒരു കൊച്ചിനെ പിടിച്ചുകൊണ്ട് നിൽക്കുക, വലിയ തിരക്കാ. അവിടെ ഒരു സീറ്റ് ഒഴിഞ്ഞ ഉടനെ ഈ ഭർത്തൃസ്നേഹിയായ ഭാര്യ അവിടെ നിന്നൊരു ചോദ്യം, അച്ചായ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ? ബസ്സിനകത്ത് നിന്ന് നിൽക്കാൻ നേരെ ഇതില്ല, അനങ്ങാൻ സ്ഥലമില്ല, തിരിയാൻ സ്ഥലമില്ല, പറയാൻ സമയവുമില്ല. ഈ ചോദ്യം അസ്ഥാനത്താണ് എന്ന് നമുക്കറിയാം. പക്ഷെ മറുപടി കേട്ടാൽ അതിനേക്കാൾ ബഹുരസമാണ്. പുള്ളിക്കാരൻ അവിടെ നിന്നുകൊണ്ട് ഈ ബസ്സിലുള്ള ആളുകൾ മുഴുവൻ കേൾക്ക ചോദിക്കുക, നിനക്ക് ആ മുദ്രപത്രത്തിൽ എഴുതി തരണോടി ഇപ്പൊ നിനക്ക് അവിടെ ഇരിക്കാൻ. ഇത് കേട്ട ആ സ്ത്രീ അങ്ങ് വല്ലാതായിപ്പോയി. അതിലിരുന്ന് കരയാനും പിഴിയാനും ഒക്കെ തുടങ്ങി. പുള്ളിക്ക് കോപം വന്നു. ന്യായമായ കോപം തന്നെയാ. കാരണം ഇത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അസ്ഥാനത്ത് സംസാരിച്ചു എന്നിരിക്കട്ടെ, പക്ഷേ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഒരു കാര്യം അങ്ങ് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല ഞാൻ അവിടെ ഇരുന്നു എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ പുള്ളി അതിന് വളരെ ലീഗലൈസ് ചെയ്ത് ഒരു വക്കീലിന്റെ ലെവലിലേക്ക് തിരിഞ്ഞ് പുള്ളി പറഞ്ഞത്,
ഞാൻ എന്താടി മുദ്രപത്രത്തിൽ എഴുതി വെച്ചു തരണോ? അവരുടെ കുടുംബ ജീവിതത്തെ അത് ബാധിച്ചു, അത് അസ്വസ്ഥമാക്കി. ആ ദിവസം അവർക്ക് നഷ്ടമായി. അവരുടെ ഗസ്റ്റ് ആയിരിക്കുന്ന എന്റെ സുഹൃത്ത് ആ ദിവസം അവരുടെ വീട്ടിൽ ചെന്നു, പക്ഷെ അവൻ എൻജോയ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ തമാശ നമുക്ക് തോന്നാം, എന്നാൽ ഇതിനപ്പുറത്ത് അതിനകത്തൂടെ പ്രവർത്തിക്കുന്ന പിശാചിന്റെ പ്രവർത്തനങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് കഴിയണം. പിശാച് ഏതെല്ലാം നിലയിൽ കുടുംബ ജീവിതങ്ങളെ, വ്യക്തി ജീവിതങ്ങളെ നശിപ്പിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇന്ന് രാത്രിയിൽ നമ്മൾ തീരുമാനമെടുക്കണം. നാം കോപം വെളിപ്പെടുത്തുന്നവരായി മാറരുത്. ഇതങ്ങോട്ട് എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ, ഇത് വെന്റിലേറ്റ് ചെയ്തില്ല എങ്കിൽ എനിക്ക് മാനസിക രോഗം വരുമെന്ന് ചിന്തിക്കരുത്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഇംഗ്ലീഷുകാർ ചെയ്യുന്നത്, അവർക്ക് ദേഷ്യം വരുമ്പോ അവിടെ ഭാര്യ അടിക്കാനൊന്നും പറ്റത്തില്ല, അടിച്ചാൽ വിവരം അറിയും. അതുകൊണ്ട് എന്തോ ചെയ്യും, അങ്ങോട്ട് ചെന്ന് ജനലിനിട്ട് ഇടിയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഒരു തട്ട് കൊടുക്കും. എന്തിനാ? കോപം അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ ന്യായീകരിക്കുന്നവർ ലോകത്തിലുണ്ട്. സയന്റിഫിക്കലായിട്ട് ഇതൊക്കെ നല്ലതാന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും തന്നെ ഒരു നന്മയും ഒരുത്തർക്കും ഉണ്ടായതായി ചരിത്രം വെളിപ്പെടുത്തുന്നില്ല. ഈ കോപം എക്സ്പ്രസ് ചെയ്യുന്നവർ മുഴുവനും മണ്ടന്മാരായി തീർന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, കോപം വെളിപ്പെടുത്തുന്നത് അത് മൂഢന്റെ ജോലിയാണ്, മൂഢൻ തന്റെ കോപത്തെ മുഴുവനും വെളിപ്പെടുത്തും. അപ്പോൾ തന്നെ ദൈവവചനം പറയുന്നത്, ജ്ഞാനി ആരാണ്? അതിനെ അടക്കി ശമിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം, കോപത്തെ അടക്കാൻ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസിലൂടെ നമുക്ക് കീഴ്പ്പെടുന്ന ഒരു ദുർശക്തിയാണ് കോപം എന്ന് പറയുന്നത്. ഒന്ന്, നമ്മൾ അതിനടിമയായി ജീവിക്കുന്ന കാലഘട്ടത്തിൽ അതിനെ നിർത്താൻ നാം ശ്രമിക്കുക. നമ്മുടെ ശ്രമം, നമ്മുടെ മനഃപൂർവമായിട്ടുള്ള തീരുമാനം, ഇതെല്ലാം അതിന് ഉപോത്ബലമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യമാണ്. കോപം വരുമ്പോൾ പെട്ടെന്ന് ഒന്ന് ചിന്തിക്കാം. ബ്രദർ സാജു മാത്യൂസിന്റെ തന്റെ പ്രസംഗത്തിൽ പറയുന്നതാണ്, നമ്മൾ എന്തെങ്കിലും ചെയ്യാനോ നമ്മൾ എന്തെല്ലോ പറയാനോ വരുന്നതിന് മുമ്പേ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ചിന്തിക്കുക, ഇത് ദൈവഹിതമോ? ഒരു ദൈവ പൈതൽ എപ്പോഴും ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണ്. അവന്റെ ജീവിതത്തിലെ എല്ലാ വിചാരങ്ങളും വികാരങ്ങളും അവന്റെ സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം ദൈവത്തിന്റെ മുൻപാകെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ അവൻ പറയുന്ന, അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വാക്കുകൾക്കും അവന്റെ പ്രവർത്തനങ്ങൾക്കും അവന്റെ ചിന്തകൾക്കും അതിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിക്ക് കീഴ്പ്പെട്ടു പോകുന്നു എന്നുള്ള ഉത്തമ ബോധ്യമാണ് ഒരു ദൈവ പൈതലിനെ ആ നിലയിൽ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ തന്നെ അവന് ചിന്തിക്കാൻ കഴിയണം, ദൈവമേ, എനിക്ക് ദേഷ്യപ്പെടാൻ കഴിയില്ലല്ലോ, ആ ദേഷ്യം നീ അംഗീകരിക്കുന്നില്ലല്ലോ, അത് നിന്റെ മുമ്പാകെ അത് പാപമാണല്ലോ, അതെന്റെ നന്മയെ ബ്ലോക്ക് ചെയ്യുന്നതാണല്ലോ, അതെന്റെ സംസ്കാരത്തെ ഇല്ലാതാക്കുന്നതാണല്ലോ, എന്റെ വ്യക്തിത്വത്തിന് അത് ശരിയല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന അല്പസമയം ഒന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ആരോടും കോപം വെളിപ്പെടുത്തേണ്ടി വരത്തില്ല. കോപിക്കുന്നവന്റെ മുൻപിൽ നാം നിൽക്കേണ്ടത് എങ്ങനെയാണ്? കോപിക്കുന്നവരുണ്ട്, അവരുടെ മുമ്പിൽ ദൈവമക്കൾ നിൽക്കേണ്ടത് കോപത്തിന് ഫ്യൂവൽ ഒഴിച്ചു കൊടുക്കുന്നവരായിട്ടല്ല, അവിടെ താഴ്ന്ന സംയമനത്തോടെ നിൽക്കാൻ നമുക്ക് കഴിയണം. അതാണ് ജ്ഞാനിയുടെ പരിപാടി. ഒരു മൂഢൻ നമ്മുടെ മുമ്പിൽ നിന്ന് അവന്റെ ദേഷ്യങ്ങൾ മുഴുവനും എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ നമ്മൾ അങ്ങോട്ട് എന്നേച്ച് അതിനെ ട്രിഗർ ചെയ്യരുത്. അവിടെ കൂടുതൽ വഷളാണ്. പക്ഷെ ഒരു ദൈവ പൈതൽ അതിന്റെ മുമ്പിൽ മിണ്ടാതെ അനങ്ങാതെ വളരെ സംയമനത്തോടെ നിൽക്കുമ്പോൾ ആ ദേഷ്യപ്പെട്ടവന് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കർത്താവ് അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത്, ഒരു കർണത്തടിച്ചാൽ മറ്റേ കർണം കാണിച്ചു കൊടുക്കുക. ഏറ്റവും നോബിൾ ആയിട്ടുള്ള ഒരു വലിയ ടീച്ചിങ് ആണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. എന്താ കാര്യം? ഒരു പ്രശ്നത്തിന് വേറൊരു പ്രശ്നം പരിഹാരമാകത്തില്ല.
ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യുന്നത് ആ പ്രശ്നം കൊണ്ടല്ല, അതിനുള്ള പരിഹാരം കൊണ്ടാണ്. അതുകൊണ്ട് ആ പരിഹാരം കണ്ടെത്തി അവിടെ സംയമനത്തോടെ നിൽക്കാൻ നമുക്ക് കഴിയണം. ജ്ഞാനിയായിരിക്കുന്ന ക്രിസ്ത്യാനി കോപത്തെ അടക്കുന്നവനായി മാറണം. Hatred cannot be enlisted in the culture. സംസ്കാരമുള്ള ഒരു സമൂഹത്തിൽ കൂട്ടാവുന്നതല്ല ദേഷ്യമുള്ള മനുഷ്യൻ. അവനത് വെളിയിലാണ്. കുട്ടികൾ, ദേഷ്യമുള്ള കുട്ടികൾ, മാതാപിതാക്കളിലൂടെ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ കുടുംബങ്ങൾ ഏറ്റവും സമാധാനമുള്ള കുടുംബമായി മാറട്ടെ. അവിടെ നിന്ന് ദേഷ്യം പൂർണ്ണമായിട്ട് മാറട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വസ്ഥരായി വളരട്ടെ. അവരുടെ മാർക്ക് കുറഞ്ഞാൽ ദേഷ്യം വരണ്ട. അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ ദേഷ്യപ്പെടുകയല്ല ചെയ്യേണ്ടത്. അവരെ വിളിച്ച് ചേർത്ത് നിർത്തണം. അവരോട് സമാധാനത്തോടെ പറയണം. ഒരു ജ്ഞാനിയായ മനുഷ്യനെ പോലെ സംസാരിക്കാൻ കഴിയണം. അതിലൂടെയാണ് അവൻ ജ്ഞാനം പഠിക്കുന്നത്. അവനോട് ദേഷ്യപ്പെട്ടു എന്ന് കഴിഞ്ഞാൽ അവനും പഠിക്കുന്നത് ദേഷ്യമാണ്. അവൻ ഭാവിയിൽ ഒരു കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിയായി കഴിയുമ്പോൾ അവനും തന്റെ തലമുറയ്ക്ക് കൊടുക്കാൻ മറ്റൊന്നുമില്ല, കുറെ ദേഷ്യങ്ങളല്ലാതെ നന്മയൊന്നും പറഞ്ഞു കൊടുക്കാനായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ പോയിന്റിൽ നിന്ന് അവസാനിപ്പിക്കുമ്പോൾ ഓർപ്പിക്കട്ടെ, മൂഢൻ തന്റെ കോപത്തെ മുഴുവനും വെളിപ്പെടുത്തുന്നു, ജ്ഞാനിയോ അതിനെ അടക്കി ശമിപ്പിക്കുന്നു. 4ാമത്തെ പോയിന്റ്, സദൃശവാക്യങ്ങൾ 15:18. കോപം അല്ലെങ്കിൽ ക്രോധം അത് പ്രശ്നങ്ങൾ വഷളാക്കുന്നു, അല്ലെങ്കിൽ കലഹമുണ്ടാക്കുന്നു. എന്നാൽ ദീർഘക്ഷമ അതിനെ ഇല്ലാതെയാക്കുന്നു എന്നുള്ളതാണ്. പ്രൊവേഴ്സ് 15:18 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന, ക്രോധമുള്ളവൻ കലഹമുണ്ടാക്കുന്നു, ദീർഘക്ഷമയുള്ളവനോ കലഹം ശമിപ്പിക്കുന്നു. ഇത് കമ്പാരിറ്റീവ്ലി കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ക്രോധമുള്ളവൻ കലഹം ഉണ്ടാക്കുന്നു, ഇവനൊരു വഴക്കാളിയാണ്. ദീർഘക്ഷമയുള്ളവനോ കലഹം ശമിപ്പിക്കുന്നു. അപ്പൊ യഥാർത്ഥ ഒരു വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവനാണ്. പക്ഷെ ക്രോധമുള്ളവൻ എവിടെയുണ്ടെങ്കിലും അവിടെ എല്ലാം പ്രശ്നമുണ്ട്. അത് ചർച്ചിലായാലും കൊള്ളാം, വീട്ടിലായാലും കൊള്ളാം, സമൂഹത്തിലായാലും കൊള്ളാം, രാഷ്ട്രീയത്തിലായാലും കൊള്ളാം, എവിടെയും. ന്യൂസ് അതിന്റെ വാദപ്രതിവാദങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്നവരുണ്ട്. എന്നാ കൂളായിട്ടിരുന്ന് സകലവും കേട്ടേച്ച് പറയേണ്ടത് മാത്രം പറയുന്നവരുണ്ട്. നമുക്ക് അവരോട് ആ താല്പര്യം തോന്നുന്നു. അതുകൊണ്ട് കലഹത്തിന് ഇടയാകുന്ന ക്രോധം അതിനെ നീക്കിക്കളഞ്ഞിട്ട് നാം എന്ത് ചെയ്യണം? ദീർഘക്ഷമയുള്ളവനായി മാറണം. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ദീർഘക്ഷമ. അത് കലഹത്തെ ശമിപ്പിക്കുന്നു. നാം സമാധാനം ഉണ്ടാക്കുന്നവരായി തീരണം. ഗിരിപ്രഭാഷണത്തിൽ നിന്ന് ഞാൻ കഴിഞ്ഞിടയ്ക്ക് എടുത്ത ഒരു ക്ലാസ് ആണല്ലോ. സമാധാനം പ്രേമിക്കുന്നവരല്ല. ഈ ക്രോധമുള്ളവർക്കും ഈ വഴക്കുണ്ടാക്കുന്നവർക്കും എപ്പോഴും ദേഷ്യമുള്ളവർക്കും എല്ലാം ആഗ്രഹമുണ്ട് സമാധാനം. ഒരു കുഴപ്പമില്ല. ഈ ദേഷ്യത്തോടെ തന്നെയാ എനിക്ക് ഒരു സമാധാനം ഇല്ലെന്ന് പറയുന്നത്. അതും ദേഷ്യമാണ്. തൊടുന്നതും പിടിക്കുന്നതും എല്ലാം ദേഷ്യം. പക്ഷെ സമാധാനം വേണം. ദൈവത്തോട് വഴക്കുണ്ടാക്കും. നീ എന്നാ എനിക്ക് സമാധാനം തരാം? ശരിടാ, ദൈവം എന്തോ ചെയ്യാൻ പറ്റും? ഈ കലഹം മുഴുവനും ഉണ്ടാക്കി കഴിഞ്ഞേച്ച് അതിനുള്ള വഴികളെല്ലാം ഉണ്ടാക്കി വെച്ചേച്ച് നീ എനിക്ക് സമാധാനം തരണമെന്ന് പറഞ്ഞാൽ നോക്കുന്ന കാര്യമാണ്. സമാധാനം നമ്മൾ തന്നെ ഉണ്ടാക്കണം. ദൈവത്തിന്റെ സമാധാനം നമ്മൾ തന്നിട്ടുണ്ട്. പക്ഷെ സമാധാനത്തെ കെടുത്തുന്ന ക്രോധം ഉപേക്ഷിക്കാതെ സമാധാനം ഒരു വ്യക്തിയിൽ വർക്ക് ചെയ്യത്തില്ല. അതിന് സ്വാതന്ത്ര്യമായി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി സമർപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയണം. മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഹേറ്റ്രഡ് മൾട്ടിപ്ലൈസ് ഹേറ്റ്രഡ്, വയലൻസ് മൾട്ടിപ്ലൈസ് വയലൻസ്. ക്രോധം അത് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്.
മൾട്ടിപ്ലൈ ചെയ്ത് അത് തന്നെ ഉണ്ടാക്കും. അതുപോലെ തന്നെ വയലൻസും അത് മൾട്ടിപ്ലൈ ചെയ്ത് വയലൻസ് തന്നെ ഉണ്ടാക്കും. ക്രോധമുള്ളവന് ഒരു കാലത്തും സമാധാനം പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യമല്ല. ദേഷ്യമുള്ളവന് ഒരിക്കലും സമാധാനം മറ്റൊരാളിന് കൊടുക്കാൻ സാധ്യമല്ല. അവന് ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിക്കുന്നതല്ല. എന്നാൽ പ്രശ്നം സോൾവ് ചെയ്യാനും സമാധാനം വീണ്ടെടുക്കുവാനും നമുക്ക് കഴിയുന്ന ഏക മാർഗം ദീർഘക്ഷമയുള്ളവനായി കലഹത്തെ ശമിപ്പിക്കുന്നവനായി മാറണം. നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ ഒന്ന് തീർക്കുവാൻ, ആ പ്രശ്നത്തെ ഒന്ന് സോൾവ് ചെയ്യുവാൻ ഒരു ദൈവ പൈതലിന്റെ അടുക്കൽ നാട്ടുകാർ വരാൻ ഇടയാകണം. അവർ വന്ന് പറയണം, നിങ്ങൾ ദൈവത്തെ അറിയുന്ന ഒരു മനുഷ്യനാണ്, നിങ്ങളൊരു ദൈവ പൈതലാണ്, നിങ്ങൾ വരൂ, ഞങ്ങളുടെ പ്രശ്നം ഒന്ന് മാറ്റിത്തരാൻ. ആ നിലയിലുള്ള ഒരു വർക്കാണ് നമുക്ക് ഈ ഭൂമിയിൽ ചെയ്തെടുക്കാനുള്ളത്. അതിനാണ് നമ്മളെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ ദൗത്യം ശരിയായ നിലയിൽ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നാം ദേഷ്യമുള്ളവരും ക്രോധമുള്ളവരുമായി ജീവിച്ചാൽ സാധ്യമല്ല. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യനോടും ദേഷ്യപ്പെടാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടില്ല. ഒരുപക്ഷെ നാം തെറ്റിദ്ധരിക്കും, നമ്മുടെ തലമുറകളോട് നമുക്ക് ദേഷ്യപ്പെടാം. നോ, തലമുറ നമ്മുടെ വകയല്ല, അത് ദൈവത്തിന്റെ വകയാണ്. നമ്മുടെ മാതാവിന്റെ ഉദരത്തിൽ ദൈവമാണ് അതിനെ സംജാതമാക്കിയിരിക്കുന്നത്. നട്ടവനും നനച്ചവനും ഏതുമല്ല, വളരുമാറാക്കുന്ന ക്രിസ്തു. അപ്പോ ഒരു ജീവൻ, അതിന്റെ മൂക്കിൽ ശ്വാസമൂതുന്നവൻ ദൈവമാണ്. അതിന് ശരീരം ഫോം ചെയ്യുന്നത് ദൈവമാണ്. അതിനെ ഒരു വ്യക്തിയാക്കി രൂപപ്പെടുത്തുന്നത് ദൈവമാണ്. അത് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം, ദൈവത്തിന്റെ നിയോഗപ്രകാരം ഈ ഭൂമിയിൽ സ്വതന്ത്രമായി ജീവിക്കുവാൻ വരുന്ന ഒരു വ്യക്തിയാണ് ഒരു ജീവൻ എന്ന് പറയുന്നത്, ഒരു പൈതൽ എന്ന് പറയുന്നത്. അതിനെ സംരക്ഷിക്കുവാൻ, ദൈവത്തിന് ഹിതപ്രകാരം വളർത്തിയെടുക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ലാതെ അതിനപ്പുറത്ത് ഒരു കുഞ്ഞിന്റെ മേൽ മാതാപിതാക്കൾക്ക് അവകാശമില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് രാത്രിയിൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭയത്തോടെ വളർത്തിയെടുക്കണം. വായിൽ വരുന്നതെല്ലാം പറയാനുള്ളതല്ല, ദൈവ സൃഷ്ടിയാണ്. അടിക്കാം, ശിക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ശിക്ഷയുടെ നിലവാരവും വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ് ആത്മഹത്യ ചെയ്ത് നമുക്കറിയാമല്ലോ. അമ്മ വഴക്ക് പറഞ്ഞു, നിരന്തരമായി ഇൻസൾട്ട് ചെയ്തു. അത് നോക്കിയിട്ട് വേറൊരു മാർഗവുമില്ല, പിശാച് ഉടനെ തന്നെ അതിനെ കയറി പിടിച്ചു. ദൈവ മക്കളെ, സ്വസ്ഥമായ ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സമാധാനപരമായ ക്രിസ്തീയ ജീവിതം. സമാധാനപരമായ ജീവിതം അത് ലോകത്തിന് കൊടുക്കേണ്ടവരാണ് ക്രിസ്ത്യാനികൾ, ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടവരാണ് ക്രിസ്ത്യാനികൾ. പക്ഷേ ഇന്ന് നമ്മെ കണ്ടുപഠിക്കുന്നത് എന്താണ് നമ്മളെ കണ്ട് നമ്മുടെ അയൽവാസികൾ മനസ്സിലാക്കുന്നത്? നമ്മുടെ അടുത്ത് താമസിക്കുന്നവർ എന്താണ് നമ്മിൽ നിന്ന് സ്വായത്തമാക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം കണ്ട് പഠിക്കുവാൻ ആർക്കെങ്കിലും ഉണ്ടോ? നമ്മുടെ വീട്ടിലെ സംസ്കാരം, നമ്മുടെ ക്രമീകൃതമായിട്ടുള്ള ജീവിതത്തിന്റെ നിലവാരം, ഇതൊക്കെ കണ്ട് മറ്റുള്ളവൻ ഇതാണ് ശരി എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് വരാനായിട്ട് സാധ്യമാകുന്നുണ്ടോ? ഒരിക്കല് ഒരു TV സംവാദത്തിൽ, ഒരു സ്ത്രീകളുടെ സംവാദത്തിൽ ഒരാൾ പറഞ്ഞ ഒരു മുസ്ലിം സഹോദരി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇന്ന് ഓർക്കുന്നു. ലോകത്തിലെ ഏറ്റവും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ കുടുംബജീവിതം ക്രിസ്ത്യൻസിൻ്റെതാണ്. അവരുടെ നിയമം അതിന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഒരു മുസ്ലിം വനിത പറഞ്ഞതാണ്. ആ നിലയിലുള്ള ഒരു കുടുംബജീവിതമാണ് നിലനിന്നു പോകുന്നത്.
ക്രിസ്ത്യാനികളുടെ വളർച്ചയ്ക്കും അവരുടെ അനുഗ്രഹത്തിനും കാരണമായിരിക്കുന്നതാണ്. അവര് വളരെ ശ്രദ്ധയോടെയാണ് കുടുംബജീവിതം നയിക്കുന്നത്. അവരുടെ പ്രമാണം അനുസരിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അത് നശിച്ചു പോകാത്തത്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. പക്ഷേ നാം ഓർക്കണം, നമ്മുടെ കുടുംബജീവിതങ്ങൾ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ മക്കളെ. നാം ഇന്നൊരു തീരുമാനം എടുക്കാമോ? നമ്മുടെ കുടുംബ ജീവിതത്തെ, നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളെ, നമ്മുടെ ആത്മീക പശ്ചാത്തലങ്ങളെ ഒക്കെ നശിപ്പിച്ചു കളയുന്ന, നമ്മുടെ സംസ്കാരം വികൃതമാക്കി കളയുന്ന എല്ലാ വികാരക്ഷോഭങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ദൈവം നമുക്ക് സഹായിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് സമർപ്പിച്ചുകൊണ്ട് സ്വഭാവത്തിൽ നിന്ന് എനിക്ക് വിടുതൽ തരണമേ. ഇന്ന് രാത്രിയിൽ ഞാൻ ഇതിന് തീരുമാനമെടുക്കുന്നത് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. നമുക്ക് തടസ്സപ്പെട്ട് കിടക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ വെളിപ്പെടേണ്ടതിന്, ദൈവത്തിന്റെ ഉത്തമ സാക്ഷിയായി ജീവിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ.